Hello and welcome to PSC Padashala. So this is another video class session on mathematics. Mathematics is a video class session. So in this lecture we'll be talking about problems based on clock. Clock mai bandhapatta chila problems aanu ee oru particular session il solve cheyyunnathu. See, first of all, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ഫോർമുല ഉപയോഗിച്ച് ചില ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് ക്ലോക്കുമായി ബന്ധപ്പെട്ട PSC ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. So we'll be discussing about the basic concepts കുറിച്ചും അതുപോലെ തന്നെ we'll be discussing on some shortcut formula and also some of the problems. So let's start off with the lecture. So first of all, basically മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നോക്കാം. Basically about a clock. See, the hour hand and the minute hand of a clock move in relation to each other continuously, and at any given point of time they make an angle between 0 to 180 degree with each other. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് അവർ ഹാൻഡും അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡും, മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇൻ റിലേഷൻ ടു ഈച്ച് അതർ. ഒരെണ്ണത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദി അതർ വൺ എന്ന് പറയാം. ആൻഡ് ദേ ഓൾവേസ് മേക്ക് എൻ ആംഗിൾ ആസ് വെൽ. അതായത് 0 to 180 ഡിഗ്രി വരെയുള്ള ഏതെങ്കിലും ഒരു ആംഗിൾ അവർ മേക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് വൺ തിങ്. And if the time shown by the clock is actually known, the angle between the hands of the hands can be calculated. Similarly, if the angle between the two hands is known, the time shown on the clock can be found out. So problem based ആയിട്ട് റീസണിങ്ങിൻ്റെ ഇവിടെയുള്ള ബേസ് എന്ന് പറയുന്നത് ക്ലോക്കിലുള്ള ഈ മണിക്കൂർ അല്ലെങ്കിൽ മിനിറ്റ് സൂചികളുടെ ഇടയിലുള്ള ആംഗിൾ നൽകുകയാണെങ്കിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ചും സാധിക്കുന്നതാണ്. സോ അതാണ് ദാറ്റ് ഈസ് അവർ ലൈക്ക് കൺസേൺ ഹിയർ. യെസ്. Then when we say the angle between the hands, we normally refer to the acute അല്ലെങ്കിൽ obtuse angles. Okay, acute or obtuse angle, that is up to 180 degrees between the two hands and not about the reflex angle. നോക്കാം, എപ്പോഴും when we talk about the angles, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു ക്ലോക്ക് എന്ന് പറയുന്ന പർട്ടിക്കുലർ സിസ്റ്റത്തിൽ we have all this 360 degrees, 360 ഡിഗ്രിയും ആംഗിൾ ഉണ്ട്. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഓൾവേസ് വി വിൽ ബി ടേക്കിംഗ് ദി അക്യൂട്ട് അല്ലെങ്കിൽ ഒപ്റ്റ്യൂസ് ആംഗിൾസ് ആണ് എടുക്കുക. സോ വിച്ച് മീൻസ് അപ് ടു 180 വരെയുള്ള 180 വരെയുള്ള ആംഗിൾ മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് സംതിങ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 180. 180ക്ക് മുകളിലുള്ള ആ ഒരു റിഫ്ലക്സ് ആംഗിൾ അല്ല സാധാരണയായിട്ട് എടുക്കുന്നത്. ഐ വിൽ ടെൽ യു, ഐ വിൽ എക്സ്പ്ലെയിൻ യു ദിസ് തിങ്സ് വൈൽ ഡൂയിങ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്കിൽ തന്നെയും നോക്കാം, ഒരു 90 ഡിഗ്രീസ് ആംഗിൾ എന്ന് എടുക്കുന്നതിന് പകരമായിട്ട് വി ഡോണ്ട് ടേക്ക് ദി 270 ഡിഗ്രി റിഫ്ലക്സ് ആംഗിൾ. 270 ഡിഗ്രി റിഫ്ലക്സ് ആംഗിൾ അല്ല കൺസിഡറേഷനിൽ എടുക്കുന്നത്, ഇറ്റ്സ് ദ 90 ഡിഗ്രി തിങ്. Okay, so these are some basic idea about the clock. And for solving the problems based on clock, the following points will be very helpful. താഴെ പറയുന്ന ചില പോയിന്റ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, the minute hand actually covers 360 degrees in 1 hour. മിനിറ്റ് ഹാൻഡ് ഒരു മണിക്കൂറിൽ 360 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 60 minutes എന്ന് പറയാം. ഹിയർ ദ മിനിറ്റ് ഹാൻഡ് ആക്ച്വലി കവേഴ്സ് 6 degrees per minute. അതായത് ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഒരു നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് 360 ഡിഗ്രി ഫുൾ റൗണ്ട് ഇഫ് യു ആർ കൺസിഡറിങ്, ദെൻ വി ക്യാൻ സേ ദാറ്റ് ഈസ് ആക്ച്വലി 360 ഡിഗ്രി. അത് 360 ഡിഗ്രിയാണ് അതിൻ്റെ മെഷർ എന്ന് പറയുന്നത്. സോ ഒരു മണിക്കൂർ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ മിനിറ്റ് ഹാൻഡ് ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് 12 എന്ന് പറയുന്ന ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് 12ലേക്ക് തന്നെ എത്തി നിൽക്കുന്നു. അങ്ങനെ 360 ഡിഗ്രിയും കവർ ചെയ്യണം. ദാറ്റ് ഈസ് ആക്ച്വലി 1 hour മിനിറ്റ് ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. ദെൻ അതായത് 1 hour ഇൻ ദ സെൻസ് 60 minutes ആണ്, അറിയാം. ദെൻ ഹെൻസ് ദ മിനിറ്റ് ഹാൻഡ് ആക്ച്വലി കവേഴ്സ് 6 degrees per minute. 60 മിനിറ്റിനുള്ളിൽ 360 ഡിഗ്രിയാണ് ഒരു മിനിറ്റ് ഹാൻഡ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ 1 മിനിറ്റിൽ എത്രയായിരിക്കും ട്രാവൽ ചെയ്യുക? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. 360 ഡിവൈഡഡ് ബൈ 60 വിച്ച് വിൽ ബി ഈക്വൽ ടു 6 minutes. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. മിനിറ്റ് ഹാൻഡ് ആക്ച്വലി കവേഴ്സ് 6 degrees per minute. ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാണ് ഒരു മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുന്നത്. ഇനി മണിക്കൂർ സൂചിയുടെ കാര്യം നോക്കാം. ദി അവർ ഹാൻഡ് കവേഴ്സ് 360 degrees in 12 hours. ഓക്കെ, ദി അവർ ഹാൻഡ് കവേഴ്സ് 360 degrees in 12 hours. അതായത് ഒരു ഇതിൻ്റെ വാട്ട് യു ക്യാൻ സേ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 360 ഡിഗ്രി കവർ ചെയ്യണമെങ്കിൽ 12 hours പാസ് ചെയ്യണം. ഹൗ? 12 എന്നുള്ള ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് 12 റീച്ച് ചെയ്യുന്ന അത്രയും ടൈമാണ് 360 ഡിഗ്രി കവർ ചെയ്യുന്നതിന് വേണ്ടി മണിക്കൂർ സൂചി എടുക്കുന്നത്. അതായത്
അവർ ഹാൻഡ് എടുക്കുന്നത്. ഹെൻസ് അവർ ഹാൻഡ് കവേഴ്സ് 30 ഡിഗ്രീസ് പെർ അവർ എന്ന് പറയാം. ഒരു മണിക്കൂറിൽ 30 ഡിഗ്രീസ് ആണ് കവർ ചെയ്യുന്നത്. ആൻഡ് ഹെൻസ് ദി അവർ ഹാൻഡ് കവേഴ്സ് ഹാഫ് എ ഡിഗ്രി പെർ മിനിറ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഒരു മണിക്കൂറിൽ കവർ ചെയ്യുന്നത് 30 ഡിഗ്രിയാണ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഈസ് 60 മിനിറ്റ്സ്. സോ 30 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാഫ് ഡിഗ്രി എന്ന് കിട്ടും. സോ അവർ ഹാൻഡ് ഒരു മിനിറ്റിൽ കവർ ചെയ്യുന്ന ഡിഗ്രി എന്ന് പറയുന്നത്, ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ഹാഫ് ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. സോ ഇത്രയും പോയിന്റ് വ്യക്തമായി ഓർത്തിരിക്കണം. ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ്. ഇതിനെ ബന്ധപ്പെടുത്തിയാണ് while doing problems ചെയ്യുമ്പോൾ we can use the shortcuts, but even if you are using the shortcut methods ഉപയോഗിക്കുമ്പോഴും എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കണം. ബിക്കോസ് എന്ത് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് വന്നാലും യു ക്യാൻ യൂസ് ദ ഷോർട്ട് ആൻഡ് ഓൾസോ ദ കോൺസെപ്റ്റുവൽ മെത്തേഡ് ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ്. സോ ലെറ്റ്സ് സീ. യെസ്, ആൻഡ് അഡീഷണൽ ആയിട്ട് പറയാവുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ this is like in a period of 12 hours the hands make an angle of 0 degree with each other. 0 degree with each other എന്ന് പറഞ്ഞാൽ they coincide with each other എന്നാണ് അർത്ഥം. ഓക്കെ, they coincide with each other 11 times. അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ 11 പ്രാവശ്യം അത് കോയിൻസൈഡ് ചെയ്യും. അതുപോലെ തന്നെ 180 ഡിഗ്രിയിൽ വരുന്നു. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ they actually lie on the same straight line. ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ രണ്ട് അവർ ഹാൻഡ് ആൻഡ് അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡ് വരുന്നതും 11 തവണയായിരിക്കും. ഓക്കെ, സോ 22 ടൈംസ് ആണ് ഇത് ടോട്ടലായിട്ട് വരുന്നത്. ആൻഡ് ദെൻ 90 ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആംഗിളോ മേക്ക് ചെയ്യുന്നത് 22 ടൈംസ് ആയിരിക്കും. ദിസ് ഈസ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇൻഫർമേഷൻ. ഫോർ സേക്ക് ഓഫ് ഇൻഫർമേഷൻ ആണ്. PSC സാധാരണ ചോദിക്കലുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. ബട്ട് യു ക്യാൻ റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടെൽ യു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തു വെക്കാവുന്നതാണ്. ആൻഡ് ദെൻ ദിസ് ഈസ് അബൌട്ട് അവർ ഫോർമുല. ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ, മേ ബി ഇൻ ലൈക്ക് നോർമൽ റാങ്ക് ഫയൽസ് ആൻഡ് ഹിയർ ആൻഡ് ദെയർ, സാധാരണഗതിയിലുള്ള റാങ്ക് ഫയലുകളിലൊന്നും ഇത്തരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചല്ല സോൾവ് ചെയ്യുന്നത്. ദർ വിൽ ബി സംതിങ് എൽസ്, മറ്റ് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചില സിമിലർ ആയിട്ടുള്ള വേറെ ടെക്നിക്കുകൾ ഉപയോഗിച്ചോ ഒക്കെയാണ് സോൾവ് ചെയ്യുന്നത്. ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ് വൺ യു ക്യാൻ ഗോ എഹെഡ്. ഓൾറെഡി നിങ്ങൾ പരിചിതമായിട്ടുള്ള ഏതെങ്കിലും ബെറ്റർ ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ definitely you can go ahead, but just try this one as well. ഇത് എത്തരത്തിലാണ് യൂസ് ചെയ്യുക, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുലയാണിത്. നോക്കാം. To calculate the angle theta between the hands of a clock, we use the following formula where m stands for minute and h for hours. ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നവയിൽ m എന്ന് പറയുന്നത് മിനിറ്റും h എന്ന് പറയുന്നത് അവേഴ്സുമാണ്. ഫോർമുല വളരെ സിമ്പിളാണ്. theta is equal to, theta means the angle between the hour hand and the minute hand. മിനിറ്റ് ഹാൻഡിൻ്റെയും അവർ ഹാൻഡിൻ്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ് തീറ്റ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ജനറലി ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന സിമ്പലാണ് തീറ്റ. സോ തീറ്റ ഈസ് ഈക്വൽ ടു 11/2 m minus 30h. when 11/2 is greater than that of 30h. 30hനേക്കാൾ കൂടുതൽ 11/2 m ആയിരിക്കുമ്പോൾ. ആൻഡ് ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു 30h minus 11/2 into m, where 30h is greater than that of 11/2. See, I just want to tell you one thing. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല. യു ജസ്റ്റ് റിമെമ്പർ ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ, ദാറ്റ് ഇസ് തീറ്റ ഇസ് ഈക്വൽ ടു 30h minus 11/2 into m എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. ആൻഡ് വിൽ ബി ടേക്കിംഗ് ഓൺലി ദ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, വാട്ട് എവർ വി ഗെറ്റ് ഇൻസൈഡ്, ഈ ഒരു വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഏത് തന്നെ ലഭിച്ചാലും അതിൻ്റെ പോസിറ്റീവ് എടുത്താൽ മതിയാവും. ഇറ്റ് വിൽ ബി ദ സെയിം, റൈറ്റ്? ഈ ഒരു കാര്യം ചെയ്താലും, അതായത് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും, ഇഫ് യു ആർ ഓൺലി ടേക്കിംഗ് ദ പോസിറ്റീവ് വാല്യൂ ദെൻ ദി ആൻസർ ഇസ് ഗോൺ ബി സെയിം. ദർ വിൽ നോട്ട് ബി എനി ഡിഫറൻസ്. സോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയാം. ദെൻ സോ ഡു റിമെമ്പർ ദീസ് ഇക്വേഷൻസ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് യു ക്യാൻ നോട്ട് ഡൗൺ ദീസ് ഇക്വേഷൻസ്. നമുക്ക് മാത്തമാറ്റിക്സിലെ വീഡിയോ ക്ലാസ് സെഷൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ദി അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ട്രിക്സ് ഓർ ഫോർമുല, ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈം നിങ്ങൾക്ക് പോസ് ചെയ്തതിന് ശേഷം ഇഫ് യു വാണ്ട് ടു നോട്ടീസ് ഇറ്റ് ഡൗൺ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു പുസ്തകത്തിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാവുന്നതാണ്. ഓൾ ദി ഷോർട്ട് കട്ട് മെത്തേഡ്സ് വാട്ട് എവർ വി ആർ ലൈക്ക് ടോക്കിംഗ് ഡ്യൂറിങ് ദ കോഴ്സിൻ്റെ ആ ഒരു ടൈമിലുള്ള എല്ലാ ഷോർട്ട് കട്ട് മെത്തേഡ്സും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഈവൻ ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് വിൽ ബി വെരി മച്ച് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. ഓക്കെ, ദെൻ ലെറ്റ്സ് സീ ദ മിറർ ഇമേജ് കോൺസെപ്റ്റ്. മിറർ ഇമേജുമായി ബന്ധപ്പെട്ട, അതായത് എങ്ങനെയാണ് ഒരു ക്ലോക്കിൻ്റെ മിറർ ഇമേജ് കാണുകയാണെങ്കിൽ, ഒരു പ്രത്യേക ടൈം കാണുകയാണെങ്കിൽ
യഥാർത്ഥ ടൈം കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോബ്ലംസ്, അത്തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ ഹിയർ ഈസ് ദ ടെക്നിക് ഫോർ ദാറ്റ് വൺ. സി ഇഫ് ദ ടൈം ഈസ് അപ് ടു 11 o'clock, 11 മണി വരെയുള്ള സമയമാണ് തരുന്നതെങ്കിൽ then we have the equation 11.60 minus the time given. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ടൈം കിട്ടും. ഇനി ഇഫ് ദ ടൈം ഇസ് 11 or after 11 o'clock, തരുന്ന ടൈം 11 മണിയോ അല്ലെങ്കിൽ അതിൽ കൂടിയ ഒരു ടൈമോ ആണെങ്കിൽ we have to do it like 23.60 minus time. 23.60 മൈനസ് ടൈമാണ് ചെയ്യേണ്ടത്. സോ ഇത് മിറർ ഇമേജ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനാവുന്നതാണ്. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ ബി ഡിസ്കസിങ് ദാറ്റ് വൺ now only. Yes, yeah. So the first question, let's see, what is the mirror image of 7.15? 7.15 എന്നുള്ള ഒരു ടൈമിൻ്റെ മിറർ ഇമേജ് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. എന്താണ് നമ്മളുടെ ഇക്വേഷനിൽ പറഞ്ഞിട്ടുള്ളത്? അപ് ടു 11 o'clock ആണെങ്കിൽ 11.60 നിന്നും തന്ന ആ ടൈം സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ മിറർ ഇമേജ്. സോ തന്നിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 7.15 ആണ്, 7:15 എന്നുള്ള ടൈമാണ്. So what we have to do, 11.60 minus 7.15 will be getting 4.45. Okay, 4.45 എന്ന് നമ്മൾക്ക് ലഭിക്കും. So it's very very simple. ഈ ഒരു സബ്സ്ട്രാക്ഷൻ വളരെ സിമ്പിൾ ആണ്. See, whenever you subtract this kind of decimal values, take it in that sense like what you can say, ഒന്നുകിൽ ഈ ഒരു ഡെസിമൽ വാല്യൂ ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ട്രാക്ട് ഇറ്റ് ഫ്രം ദ ഫുൾ വാല്യൂ കൺസിഡറിങ് ദി ഡെസിമൽസ്. ഡെസിമൽസിന് ഇപ്പുറത്തുള്ള വാല്യൂ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ പൂർണ്ണമായിട്ടുള്ള വാല്യൂവിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ 11 minus 7 which is equal to 4 and 60 minus 15 is equal to 45. അത്തരത്തിൽ എഴുതാവുന്നതാണ്. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ടു കാൽക്കുലേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മിറർ ഇമേജ് ഓഫ് 11.40? 11:40 എന്നുള്ള സമയത്തിൻ്റെ മിറർ ഇമേജ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നോക്കാം, ഇവിടെ കഴിഞ്ഞ ഇക്വേഷനിൽ തന്നിട്ടുണ്ട് 11 മണിക്ക് ശേഷമുള്ള സമയമാണ് തരുന്നതെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഡു ഇറ്റ് ലൈക്ക് 23.60 എന്ന ടൈമിൽ നിന്നും ഈ ഒരു പർട്ടിക്കുലർ ടൈമാണ് കുറയ്ക്കേണ്ടത്. സോ ലെറ്റ് സി, ഇവിടെ 23.60 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നിന്നും 11.60 സബ്സ്ട്രാക്ട് ചെയ്യുന്നു, 11.40 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. സോ വാട്ട് യു വിൽ ഗെറ്റ് 12.20 എന്ന് ആൻസർ ലഭിക്കും. സോ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മിറർ ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്ന ക്ലോക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ തന്നെ സോൾവ് ചെയ്യാവുന്നതാണ്. സോ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 7:20? 7:20 എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്നുള്ളതാണ് ചോദ്യം. വളരെ എളുപ്പമാണ്. നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. 30h minus 11/2 into m എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. സോ ലെറ്റ് സീ ഹിയർ. h എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്, ആൻഡ് മിനിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. സോ വാട്ട് വി ഹാവ് ടു യൂസ് ഹിയർ, 30 into 7 minus 11/2 into 20. ഓക്കെ, 30 into 7 ചെയ്യുമ്പോൾ 210 എന്ന് കിട്ടും. ഈ ഒരു 20നെ 2 കൊണ്ട് ഇവിടെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാവുന്നതാണ്. സോ വിൽ ഗെറ്റ് 10 ഹിയർ. സോ 11 into 10 is equal to 110. സോ 210 നിന്നും 110 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 100 degrees. സോ 100 degree is actually the angle between minute hand and hour hand when the time is 7:20. 7:20 എന്ന സമയത്തിനുള്ളിൽ 7:20 എന്ന സമയത്ത് ദി വാട്ട് യു കോൾ ആംഗിൾ എന്ന് പറയുന്നത് 100 degrees ആയിരിക്കും. സോ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. Then let's see the fourth question. What will be the angle between minute and hour hand of the clock when the time is 1:30? 1:30 ആയിരിക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നോക്കാം, ഇവിടെ ചെയ്തിരിക്കുന്നത് അഗെയിൻ അവർ എന്ന് പറയുന്നത് 1 ആണ്, മിനിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. വി ആർ നോട്ട് യൂസിങ് ദ സെക്കൻഡ് ഇക്വേഷൻ, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ലൈക്ക് ഐ സെഡ്, ഈ ഒരു പർട്ടിക്കുലർ സിമ്പൽ കൊടുത്തിരിക്കുന്നത് ഓൺലി ടു ടേക്ക് ദ പോസിറ്റീവ് വാല്യൂ ഇൻസൈഡ്. മോഡുലസ് ആയിട്ടുള്ള മോഡ് വാല്യൂ എന്താണോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഫൈനലി കിട്ടുന്ന നെഗറ്റീവ്സ് അതായത് വാല്യൂസ് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. വൈ? ബിക്കോസ് ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ നെവർ ബി നെഗറ്റീവ്, അതൊരു പോസിറ്റീവായിട്ടുള്ള വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് 30h minus 11/2 into m, എച്ചിന് പകരമായിട്ട് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 30 into 1 minus 11/2 into 30. 30 into 1 എന്നുള്ളത് 30 എന്ന് തന്നെ എഴുതാം. 11/2 into 30 എന്ന് പറയുമ്പോൾ ഈ 30യും 2ഉം ക്യാൻസൽ ഔട്ട് ചെയ്താൽ ഇവിടെ
15 എന്ന് കിട്ടും. 15 ഇൻറ്റു 11 എന്ന് പറയുന്നത് 165 സോ 30 മൈനസ് 165 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -135 ആണ്. -135 ആണ്. ബട്ട് വി ആർ ടേക്കിംഗ് ദ മോഡ് വാല്യൂ. നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, നെഗറ്റീവ് വാല്യൂ അല്ല നമ്മൾ എടുക്കുന്നത്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നു. സോ വിൽ ഗെറ്റ് 135 ഡിഗ്രീസ്. 135 ഡിഗ്രി എന്ന് നമ്മൾക്ക് ആൻസർ ലഭിക്കും. സോ ദാറ്റ് ഈസ് ദി ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മാത്രം യു ക്യാൻ സോൾവ് ദ ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഹാൻഡ്സ്. മിനിറ്റ് ആൻഡ് അവർ ഹാൻഡിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതിയാവും. ദെൻ ലെറ്റ്സ് സീ ദി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഫൈൻഡ് ദ ടൈം ബിറ്റ്വീൻ 2 o'clock and 3 o'clock at which the minute hand and the hour hand make an angle of 60 degree with each other. ഇത് ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു റിവേഴ്സ് വേർഷനാണ് എന്ന് പറയാം. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ടൈം കണ്ടുപിടിക്കാനാണ്. അതായത് 2 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയം കണ്ടുപിടിക്കണം. എപ്പോഴാണ്? വെൻ ദി ആംഗിൾ ഓഫ് മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് 60 ഡിഗ്രി. മണിക്കൂറിൻ്റെ സൂചിയും അതുപോലെ തന്നെ മിനിറ്റ് സൂചിയും തമ്മിൽ 60 ഡിഗ്രി ആംഗിൾ വരുമ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിലുമായിരിക്കണം. 60 ഡിഗ്രി ആംഗിൾ വരുമ്പോൾ അത് എക്സാക്ട്ലി ഏത് ടൈമിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് 2 മണിക്ക് ശേഷമുള്ള ഏത് പർട്ടിക്കുലർ ടൈമിലായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ ആദ്യമായിട്ട് എടുക്കേണ്ടത്, ഹിയർ ഓൾസോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇവിടെ നമ്മൾക്ക് ആംഗിൾ തന്നിട്ടുണ്ട്, എന്നാൽ മിനിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത്ര മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. നോ നീഡ് ടു ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ ഗിവൺ ഫാക്ട്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ആംഗിൾ എത്രയാണ് എന്ന് വ്യക്തമായി തന്നിട്ടുണ്ട്. തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു 2. എച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ അവറാണ്. നോക്കാം, 2 മണിക്കൂർ മുതൽ അങ്ങോട്ട് എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 3 and 2, റൈറ്റ്? 2ൻ്റെയും 3ൻ്റെയും ഇടയിലായിരിക്കണം. സോ മണിക്കൂർ എന്നുള്ളത് 2 ആയിട്ടാണ് എടുക്കുന്നത്. ബിക്കോസ് 2 മണിക്ക് ശേഷമുള്ള ഏതോ ഒരു മിനിറ്റിലാണ്, 3 മണിക്ക് ഇപ്പുറവും 2 മണിക്ക് ശേഷവുമുള്ള ഏതോ ഒരു മിനിറ്റിലാണ് ഈ ഒരു 60 ഡിഗ്രി ആംഗിൾ വരുന്നത്. സോ ആ മിനിറ്റാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നോക്കാം, തീറ്റ എന്ന് പറയുന്നത് 60 എന്നെടുത്തു ആൻഡ് എച്ച് എന്ന് പറയുന്നത് 2 എന്നെടുത്തു. അതിനുശേഷം 60 ഈസ് ഈക്വൽ ടു 11/2 ഇൻറ്റു എം മൈനസ് 30 ഇൻറ്റു 2. ഓൺലി ടു റെഡ്യൂസ്, ഇതൊരു നെഗറ്റീവ് വാല്യൂവിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വാട്ട് യു ക്യാൻ സേ ഇക്വേഷൻ എഴുതിയത്. അതർവൈസ് ഓൾസോ യു വിൽ ഗെറ്റ് ദി ആൻസർ. നോക്കാം, 11/2 ഇവിടെ വെക്കുന്നു. അതിനുശേഷം 60 സമത്തിൻ്റെ ഇപ്പുറത്തുള്ള 60 ആണ്. ഇവിടെ 30 ഇൻറ്റു 2 എന്നുള്ളതും 60 എന്ന് കിട്ടും. ഇവിടെ കുറച്ചിരിക്കുന്ന ഈ 60 ഇപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ, അതായത് സമത്തിൻ്റെ എതിർവശത്തേക്ക് പോകുമ്പോൾ 60 + 60 എന്ന് വരും. സോ 11/2 എം ഇസ് ഈക്വൽ ടു 120. ഓക്കെ, 11/2 എം ഇസ് ഈക്വൽ ടു 120. സോ എം ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള 11/2നെ സമത്തിന് എതിർവശത്തേക്ക് കൊണ്ടുപോകുന്നു. സോ 120 ഡിവൈഡഡ് ബൈ 11/2 എന്ന് കിട്ടും. ഈ 2 മേലേക്ക് വരും. 240 ഡിവൈഡഡ് ബൈ 11. 240നെ 11 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 21/9/11 എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മിനിറ്റ് എന്ന് പറയുന്നത് 21/9/11 ആണ്. സോ ഏത് സമയത്തായിരിക്കണം ഈ 60 ഡിഗ്രി ആംഗിൾ വരേണ്ടത്? ദി ആൻസർ ഈസ് 21/9/11 മിനിറ്റ് പാസ്റ്റ് 2. 2 മണി 21/9/11 എന്ന് പറയുന്ന ടൈമിലാണ് എക്സാക്ട്ലി ഈ ഒരു വാട്ട് യു ക്യാൻ സേ 60 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ വരിക. സോ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു പ്രോബ്ലം വന്നാൽ ദ തിങ് ഇസ് ദാറ്റ് ദ ലോജിക് ഇറ്റ്സ് ഓൾ ദ സെയിം. ഏതാണോ ലോജിക് നമ്മൾ മുൻപുള്ള ക്വസ്റ്റ്യനുകളിൽ ഉപയോഗിച്ചത് അത് തന്നെയാണ് ഇവിടെയും. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ഇറ്റ്സ് സംതിങ് ലൈക്ക് ഇവിടെയുള്ള തീറ്റ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആംഗിളാണ് തന്നിട്ടുള്ളത്, മിനിറ്റാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന വ്യത്യാസം മാത്രമേ ഈ ഒരു പ്രോബ്ലത്തിൽ ഉള്ളൂ. ലെറ്റ്സ് സീ ദ 8th question. Sorry, the 6th question. So നോക്കാം, വാട്ട് ഈസ് ദി ആംഗിൾ കവേർഡ് ബൈ എ മിനിറ്റ് ഹാൻഡ് ഇൻ 22 minutes? 22 മിനിറ്റിൽ എത്ര ആംഗിളാണ് മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. സോ ഓൾറെഡി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തിയറി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, മിനിറ്റ് ഹാൻഡ് ആക്ച്വലി കവേഴ്സ് 6 ഡിഗ്രി ഇൻ 1 minute. ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 22 മിനിറ്റിൽ കവർ ചെയ്യുന്നത് 6 × 22 വിച്ച് ഇസ് ഈക്വൽ ടു 132 ഡിഗ്രീസ് ആയിരിക്കും. സോ 132 എന്നുള്ളതാണ് ആൻസർ. അവിടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കാം, 7ാമത്തെ ഒരു ചോദ്യം. ബൈ ഹൗ മെനി ഡിഗ്രീസ് വിൽ ദ മിനിറ്റ് ഹാൻഡ്സ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഇൻ വിച്ച് ദ അവർ ഹാൻഡ് മൂവ് 6 degrees? ദിസ് ഈസ് അനദർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത്
അവർ ഹാൻഡ് 6 ഡിഗ്രി മൂവ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ, അതായത് മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നോക്കാം, ഇവിടെ അവർ ഹാൻഡ് സാധാരണ രീതിയിൽ മൂവ് ചെയ്യുന്നത്, മണിക്കൂർ സൂചി മൂവ് ചെയ്യുന്നത് 1/2 ഡിഗ്രി ഇൻ 1 മിനിറ്റ് ആണ്. ഒരു മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 6 ഡിഗ്രി മൂവ് ചെയ്യണമെങ്കിൽ 12 മിനിറ്റ് എടുക്കും, റൈറ്റ്? 1/2 ഡിഗ്രി മൂവ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ജസ്റ്റ് മൾട്ടിപ്ലൈഡ് ബൈ 2. സോ 1 മിനിറ്റ് ആണ് എടുക്കുന്നത്. സോ 6 ഡിഗ്രിയാണ് മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ദാറ്റ് വൺ ഓൾസോ ബൈ 2. സോ 12 മിനിറ്റ് എടുക്കും. സോ 12 മിനിറ്റിൽ മിനിറ്റ് ഹാൻഡ്സ് എത്രയാണ് മൂവ് ചെയ്യുക? 12 × 6 ആണ്. വൈ? ബിക്കോസ് ഒരു മിനിറ്റിൽ 6 ഡിഗ്രിയാണ് ഓരോ മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്യുന്നത്. സോ 12 മിനിറ്റിൽ 12 × 6 വിച്ച് ഈസ് ഈക്വൽ ടു 72 ഡിഗ്രീസ്. 72 ഡിഗ്രീസ് ആണ് മൂവ് ചെയ്യുക. സോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അതായത് വെനെവർ യു സ്റ്റഡി സം ഷോർട്ട് കട്ട്സ്, ഏത് ചാപ്റ്ററിലാണെങ്കിൽ, ദിസ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ക്ലോക്സ് ഓർ സംതിങ്. സി എവ്രിവെയർ, even in profit law, simple interest, or whatever chapters we are studying, everywhere we can use some shortcuts. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ചില ഷോർട്ട് കട്ടുകൾ നമ്മൾക്ക് ഉപയോഗിക്കാം. ബട്ട് വെനെവർ യു പ്രിപ്പയർ മാത്തമാറ്റിക്സ്, സിംപ്ലി ഡോണ്ട് സ്റ്റഡി ഓൺലി ദ ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് മാത്രമായിട്ട് പഠിച്ചു വെക്കരുത്. യെസ്, യു നീഡ്, ഇഫ് യു വാണ്ട് യു ക്യാൻ സ്റ്റഡി ദാറ്റ് വൺ, ബട്ട് പ്രോബ്ലം ഇസ് തിങ് ഇസ് ദാറ്റ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ അതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് എന്താണ്, ഈ പ്രോബ്ലം അല്ലെങ്കിൽ ക്ലോക്കുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള എത്ര ഡിഗ്രി ഒരു മിനിറ്റിൽ മൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് വൺ. ബിക്കോസ് നിങ്ങളുടെ കോൺസെപ്റ്റ് സ്ട്രോങ് ആണെങ്കിൽ, തിങ് ഇസ് ദാറ്റ് വാട്ട് എവർ ദ ലെവൽ PSC ഓർ എനി കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏത് ലെവലാണെങ്കിൽ തന്നെയും ഈസിലി യു ക്യാൻ സോൾവ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് മാത്തമാറ്റിക്സ് ആക്ച്വലി. യെസ്, സോ ലെറ്റ്സ് സീ ദ 8th question. By how many degrees the hour hand moves in 1/4 of an hour? 1/4 of an hourൽ എത്ര ഡിഗ്രീസാണ് മൂവ് ചെയ്യുന്നത്, അവർ ഹാൻഡ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1/4 ഓഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് ആൻ അവർ. സോ 1/4 ഓഫ് 60, സോറി ഇവിടെ 6 അല്ല 60 ആണ്, സോറി ഫോർ ദ ടൈപ്പോ എറർ. ഇവിടെയുള്ള ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് 60 ആണിത്. സോ 1/4 ഓഫ് 60 ഈസ് ഈക്വൽ ടു 15 മിനിറ്റ്സ് ആണ്. സോ 1/2 ഡിഗ്രി ഇൻ 1 മിനിറ്റ്, 1/2 ഡിഗ്രിയാണ് ഒരു മിനിറ്റിൽ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റിൽ എത്രയായിരിക്കും മൂവ് ചെയ്യുക? 15 × 1/2 വിച്ച് വിൽ ബി ഈക്വൽ ടു 7.5. ഓക്കെ, സോ 7.5 ഡിഗ്രിയാണ് 15 മിനിറ്റിൽ മൂവ് ചെയ്യുക. യെസ്, കോൺസെപ്റ്റൽ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ദ ക്ലോക്ക് ഷോസ് 3 hours 14 minutes, വാട്ട് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്? 3:14 എത്രയായിരിക്കും ആംഗിൾ എന്നാണ് ചോദിക്കുന്നത്. സോ അഗെയിൻ ഇറ്റ്സ് ലൈക്ക് വെരി വെരി സിമ്പിൾ. 30h - 11/2 × m. സോ ഇവിടെ 30 × 3 - 11/2 × 14. 30 × 3 എന്ന് പറഞ്ഞാൽ 90 ആണ്. ആൻഡ് 14 and 2 എന്നുള്ളത് ക്യാൻസൽ ഔട്ട് ചെയ്ത് 7 എന്ന് കിട്ടും. 11 × 7 77 ആണ്. 90 - 77 എന്ന് പറയുന്നത് 13 ആണ്. 13ൻ്റെ മാഗ്നിറ്റ്യൂഡുള്ള വാല്യൂ ഓൾറെഡി ഇറ്റ് ഈസ് പോസിറ്റീവ്. അതെടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 13 ഡിഗ്രീസ്. സ്ട്രെയിറ്റ് അവേ ഇക്വേഷനാണ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ ഷോർട്ട് കട്ട് ഇക്വേഷനാണ്. So that is the question. And then the final question of the day. See, find the angle between two hands of the clock when the time is 25 minutes past 7. അതായത് 25 minutes past 7 simply means that 7:25, right? 7:25 എന്നാണ് ഉദ്ദേശിക്കുന്നത്. So what we have to do, just substitute the values. 30 × 30h - 11/2 × m. 30h എന്ന് പറയുമ്പോൾ 30 × 7 മൈനസ് 11/2 × 25. സോ നോക്കാം, 210 മൈനസ് 11 × 12.5. സോ 210 മൈനസ് 137.5. സോ വിൽ ഗെറ്റ് 72.5 ഡിഗ്രീസ്. 72.5 ഡിഗ്രീസ് എന്ന് ആൻസർ ലഭിക്കും. സോ ദിസ് ഇസ് ഇറ്റ് ഇൻ ദിസ് പർട്ടിക്കുലർ ലെസൺ. ക്ലോക്കുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്, അതുമായി ബന്ധപ്പെട്ട മാക്സിമം വെറൈറ്റി പ്രോബ്ലംസും ഇതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. So this is it, and in the, like I said, in the coming lectures, if we come up with any other variety of questions, we will include that one also. Basically നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ലെക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഡു സ്റ്റഡി ദ ഡു വാച്ച് ദ ലെക്ചർ കെയർഫുള്ളി, വീഡിയോ ലെക്ചർ കെയർഫുള്ളി, and study the concept. And if you have any doubts about this one, the WhatsApp number is given right at the bottom. It is given here. Just message your doubts. We'll be ready to help you. So thank you for watching this video and have a great day.